ഹലോ ഗായ്സ്, MS Excelന്റെ 16ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ആണ്. അപ്പം ഈ ഒരു ഇൻഡയറക്റ്റ് ഫംഗ്ഷന്റെ കാര്യങ്ങൾ പറയുന്നതിന്റെ തൊട്ട് മുന്നേ ഞാൻ ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്തൊരു എക്സാമ്പിൾ ഒക്കെ കാണിക്കാം. ഇതാണ് എക്സാമ്പിൾ. ഇതിൽ ID നമ്പർ വന്നിട്ടുണ്ട്, നെയിം, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്സ് എന്നീ കാര്യങ്ങളുണ്ട്. എനിക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സ് ഇവിടെ വരണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കേരള ക്ലിക്ക് ചെയ്യുമ്പോൾ കേരളത്തിലുള്ള ഡിസ്ട്രിക്ട്സ് എല്ലാം ഇവിടെ വരണം. അല്ലെങ്കിൽ തമിഴ്നാട് ക്ലിക്ക് ചെയ്യുമ്പോൾ തമിഴ്നാടുകളിൽ ഏതെങ്കിലും ഡിസ്ട്രിക്ട്സാണ് വരുന്നത് അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുന്നേ ഞാൻ ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻഡയറക്ട്ലി വേറെ ഒരു സെൽ വാല്യൂവിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ആദ്യം നമ്മൾ ഈ ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഈക്വൽ ടു കൊടുത്തിട്ട് ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം റഫറൻസ് ടെക്സ്റ്റ് ഉണ്ട്. ഏത് റഫറൻസ് പോയിന്റ് നമുക്ക് എടുക്കേണ്ടത്? ഈ ഒരു റഫറൻസ് പോയിന്റ്. ഓക്കെ, അതിനുശേഷം A1 എന്ന് കൊടുത്തിട്ടുണ്ട്, A1 സ്റ്റൈൽ എന്ന് കൊടുക്കുന്നുണ്ട്, R1 C1. A1 എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സെല്ലിന്റെ പേര് കോമൺലി എക്സൽ എങ്ങനെ കൊടുക്കുന്നത്? A1 സ്റ്റൈലിലാണ് കൊടുക്കുന്നത്. കാരണം A1 ഇപ്പോൾ A1 ഇവിടെ കാണിക്കുന്നത് A1, ഈ ഒരു സെല്ലിനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് A1 എന്ന് പേര് കാണാം. ബിയുടെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് B1 എന്ന് പേര് കാണാം. അതായത് ചുരുക്കം പറഞ്ഞാൽ ഒരു സെല്ലിന്റെ പേര് കോമൺലി എക്സൽ ബൈ ഡീഫോൾട്ട് എങ്ങനെ കൊടുക്കുന്നത്? A1 സ്റ്റൈലിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ R1 C1 എന്ന് പറഞ്ഞാൽ റോ 1 കോളം 1 എന്നുള്ള സ്റ്റൈലിലാണ്. അത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് പോയിട്ട് R1 C1 സ്റ്റൈലിൽ മാറ്റാവുന്നതാണ്. ഓക്കെ, പക്ഷേ ബൈ ഡീഫോൾട്ട് A1 സ്റ്റൈലിലാണ് വരുന്നത്. ഇപ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അത് ബൈ ഡീഫോൾട്ട് അങ്ങനെ വരും. വേറെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി അത് ഇവിടെ കൊടുത്തിട്ട് റെഫറൻസ് പോയിന്റ് കൊടുക്കുക, അതിനുശേഷം എൻ്റർ ചെയ്യാം. എനിക്കിപ്പോൾ വൈശാഖ് എന്ന് വന്നു. ഓക്കെ, അതായത് ഈ ഒരു ഡാറ്റയായിരുന്നു ഇവിടെ വന്നത്. പക്ഷേ ബൈ നമ്മൾ കോമൺലി എന്താ ചെയ്യുക? ഈ ഒരു ഡാറ്റ ഈ ഒരു G4 ഡാറ്റ എനിക്ക് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു കൊടുത്തിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ G4 ഡാറ്റ ഇവിടെ വരും. അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ F4 ഡാറ്റ എനിക്ക് ഇൻഡയറക്റ്റ്ലി ഇവിടത്തേക്ക് വരണം. F4 ഡാറ്റ ഇവിടത്തേക്ക് വരണം. ഇപ്പോൾ F4 ഡാറ്റ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ മതി. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, അത് ഇൻഡയറക്റ്റ്ലി ഞാനിപ്പോൾ ഇവിടെ F4 എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. F4 എന്ന് ആക്ച്വലി സൂചിപ്പിക്കുന്നത് ഈ ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ഈ G4 ഡാറ്റ ആക്ച്വലി എന്താണെന്ന് അത് നോക്കും. ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ഈ ഒരു പേരെ നോക്കുന്നു. ഇതൊരു പേരായിട്ട് ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി എന്തിന്റെ പേരായിരുന്നു? ഈ F4 പേരായിരുന്നു. അത് ഈ F4 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെല്ലിന്റെ പേരെന്ന F4 ആണല്ലോ. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ഇൻഡയറക്ട്ലി ഈ ഒരു ഡാറ്റനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പോയിന്റ് കൊടുത്തിട്ടുള്ളൂ, പക്ഷെ എന്നിട്ടും ഈ ഒരു ഡാറ്റ ഇങ്ങോട്ടേക്ക് പേര് റെഫറൻസ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ഇങ്ങോട്ടേക്ക് വന്നു. അത്രയേ ഉള്ളൂ കാര്യം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ രണ്ടാമത്തെ എക്സാമ്പിൾ എടുത്താൽ ഇതേപോലെ തന്നെ സിമിലർലി സെയിം തന്നെയാണ്. ഇൻഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് കൊടുക്കുന്നു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു പോയിന്റിൽ ഡാറ്റ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ പേര് കൊടുത്തിട്ടില്ല. ഇത് F5 എന്നായിരുന്നു കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ F5 എന്ന് കൊടുക്കുന്നതിന് വിനീത് എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിന്റെ പേര് ഞാൻ വിനീത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെല്ലിന്റെ പേര് വിനീത് എന്ന് ഞാൻ നെയിം ബോക്സിൽ മാറ്റിയിട്ട് വിനീത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിനീത് എന്ന പേര്. അപ്പം നമുക്ക് അന്നേരം മനസ്സിലാവും ഈ ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ആ പേരിനെയാണ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ പേരിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പേരിനെ മാത്രം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു വാല്യൂ നമുക്ക് ഇവിടെ വന്നത്. അതായത് ഈ ഒരു സെല്ലിന്റെ പേര് എന്ന് പറഞ്ഞാൽ വിനീത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബൈ ഡീഫോൾട്ട് മാറ്റി ഞാൻ വിനീത് എന്നാണ് കൊടുത്തത് പേര്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്ട്ലി ഈ ഒരു വാല്യൂ ഇവിടെ ഞാൻ വിനീത് ടൈപ്പ് ചെയ്ത തരം ഇവിടുന്ന് ഇൻഡയറക്ട്ലി ഈ ഒരു വാല്യൂ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഈ ഇൻഡയറക്റ്റ് ഫംഗ്ഷന്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിളിലേക്ക് പോകാം. ഇതിൻ്റെ അത് എനിക്ക് സ്റ്റേറ്റ് ഡിസ്പ്ലേ ചെയ്യണം, അതിനുശേഷം അതിന് കൺസേൺഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി ഇത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്നാൽ ആദ്യം ഞാൻ ഈ ഒരു ലിസ്റ്റിന്റെ പേര് കംപ്ലീറ്റ് എടുക്കുന്നു. ഓക്കെ, അത് കംപ്ലീറ്റ് അങ്ങ് സെലക്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ കൊടുക്കാൻ പോകുന്ന പേരുകൾ. ഓക്കെ, കേരളത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഡിസ്ട്രിക്റ്റ്, തമിഴ്നാട്, കർണാടക, അതിന് കൺസേൺഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സും. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് സെലക്ട് ചെയ്യുക. ആദ്യം അത് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്യണം. ഇത് കംപ്ലീറ്റ് അങ്ങ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ, അതായത് കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് കംപ്ലീറ്റ് അങ്ങ് സെലക്ട് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ഏരിയ മാത്രം അങ്ങ് സെലക്ട് ചെയ്യുക കേട്ടോ. ഗോവ, പുതുച്ചേരി എന്നീ കാര്യങ്ങൾ കംപ്ലീറ്റ് അങ്ങ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫോർമുല ടാബ് പോയിട്ട് ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ എന്നുള്ള ബട്ടൺ കണ്ടോ, അവിടെ പോയി ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ടോപ്പ് റോ ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഓരോ കൺസേൺഡ് ഏരിയ കംപ്ലീറ്റ് അങ്ങ് പേര് കൊടുത്തു. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ടേബിളിനെല്ലാം പേര് കൊടുക്കണം, ഡിഫൈൻ നെയിമിൽ പോയിട്ട് ടേബിളിന് പേര് കൊടുക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിന് ഓരോന്ന് പേര് കൊടുക്കുന്നു. അത് ഈ സെറ്റിന്റെ പേരിന് കേരളം, ഈ സെറ്റിന്റെ പേര് തമിഴ്നാട്, ഈ ഒരു സെറ്റിന്റെ പേര് കർണാടക, ഈ ഒരു സെറ്റിന്റെ പേര് ഗോവ, ഈ ഒരു സെറ്റിന്റെ പേര് പുതുച്ചേരി. ആ രീതിയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കാണിക്കാൻ നമുക്ക് നെയിം മാനേജർ പോയാൽ ഇവിടെ കണ്ടോ, ഇവിടെ ഓൾറെഡി ഞാൻ മുന്നേ സാമ്പിളിന് ചെയ്ത് വെച്ച കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഷീറ്റിന്റെ പേര് ഇവിടെ കണ്ടോ. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്റ്റിന്റെ അണ്ടറിൽ, അതായത് ഈ ഷീറ്റിന്റെ പേര്
സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്റ്റ് ആണല്ലോ. അപ്പോൾ ഓരോന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഇപ്പം ക്രിയേറ്റ് ചെയ്തതാണ്. കേരളത്തിലാണ് കേരള, ഗോവ, പുതുച്ചേരി, തമിഴ്നാട് എന്നീ കാര്യങ്ങളിൽ ഇപ്പം ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അത് കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ ഈ അടുത്ത സ്റ്റേറ്റ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലേ. സ്റ്റേറ്റ് ഡിസ്പ്ലേ ചെയ്യണം. യൂഷ്വലി നമ്മൾ ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് അതേപോലെ തന്നെ ഡാറ്റ വാലിഡേഷനിൽ പോവുക. ഡാറ്റ വാലിഡേഷൻ എടുത്തിട്ട് ലിസ്റ്റ് എടുക്കുക. അതിനുശേഷം സോഴ്സിൽ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുക. അതായത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിനെ കംപ്ലീറ്റ് അങ്ങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കും. അപ്പോൾ ഈ സ്റ്റേറ്റിനെ ഫസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ സ്റ്റേറ്റിൻ്റെ പേര് കംപ്ലീറ്റ് അങ്ങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അതിന് കൺസേൺ ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ തന്നെ ഡാറ്റ വാലിഡേഷനിൽ പോവാം. അതിനുശേഷം എനി വാല്യൂ മാറ്റിയിട്ട് ലിസ്റ്റ് കൊടുക്കുക. എന്നിട്ട് സോഴ്സിൽ ഈക്വൽ ടു ഇൻഡയറക്റ്റ് എന്നുള്ള ഫോർമുല ടൈപ്പ് ചെയ്യുക. അതായത് ഇവിടെയാണ് നമ്മൾ ഇൻഡയറക്റ്റ്ലി ആ ഒരു പോയിന്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇൻഡയറക്റ്റ്ലി നമുക്ക് ഏത് പോയിന്റാണ് വേണ്ടത്? ഈ ഒരു പോയിന്റിന് അല്ലേ. അതായത് സ്റ്റേറ്റിന്റെ കാര്യമാണല്ലോ നമുക്ക് അവിടെ ഡിസ്പ്ലേ. സ്റ്റേറ്റിനെ കൺസേൺ ആയിട്ടുള്ള ഡാറ്റ അവിടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റിന്റെ നമ്മളിപ്പോൾ ഓൾറെഡി കേരള എന്ന് പേര് കൊടുത്തിട്ട് കേരളത്തിന്റെ അണ്ടറിൽ വരുന്ന ആ പേര് വെച്ച് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ ചെയ്തതിന്റെ ഉദ്ദേശം മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ഇത് നോക്കണ്ടേ, യെസ് എന്ന് കൊടുക്കും. ഇത് സോഴ്സ് കറന്റ് ഇവാലുവേറ്റ് ടു ആൻ എറർ. കാരണം ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തോണ്ടാണ്. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ യെസ് കൊടുക്കും. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇപ്പം കേരളം കൊടുത്തിട്ടുണ്ട്. അതിന് കൺസേൺ ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഇവിടെ വരും. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ പക്ഷേ നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും അല്ലേ. എല്ലാ സ്ഥലത്തും ക്രിയേറ്റ് നമ്മൾ സാധാരണഗതി ഇത് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഡ്രാഗ് ചെയ്തതിന് ഇവിടെ തമിഴ്നാട് കാണിക്കും. പക്ഷേ തമിഴ്നാടിന് പാരലായിട്ട് ഇത് പോകില്ല. കണ്ട, കേരളത്തിന്റെ കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പോകണമല്ലോ. ആ രീതിയിലും കൂടെ വരണ്ട. കാരണം ഇത് ഇവിടെ മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്താൽ പോരാ, ബാക്കിയുള്ള ഡേറ്റയിലും അതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പോയിട്ട് വീണ്ടും ജസ്റ്റ് ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യാം. അവിടെ ഇൻഡയറക്റ്റ് എന്നുള്ള ഫോർമുലയിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ ഒരു $സൈൻ വന്നിട്ടുണ്ട്. അതായത് ഈ പ്രൊഫൈൽ ലോക്ക് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നത്. ആ ലോക്ക് അങ്ങ് മാറ്റി കളയാം. ആ ലോക്ക് അങ്ങ് മാറ്റിയിട്ട് ഓക്കെ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ലോക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ലോക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയനെ മാത്രമേ വരൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ട് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. കംപ്ലീറ്റ്ലി അങ്ങ് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ബാക്കിയുള്ള ഏതെങ്കിലും കൺസേൺഡ് സ്റ്റേറ്റ് പോയിട്ടുണ്ടെങ്കിൽ എടുത്താലും ആ കൺസേൺഡ് ഡിസ്ട്രിക്റ്റ് കംപ്ലീറ്റ് വരും. അല്ലെങ്കിൽ തമിഴ്നാട് എടുത്താലും തമിഴ്നാട്ടിൽ ഡാറ്റ അയച്ച് വരും. അപ്പോൾ അവിടെ ഒന്നും ശ്രദ്ധിക്കണം. അതായത് അവിടെ $സൈൻ ബൈ ഡീഫോൾട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അത് നമ്മളൊന്ന് മാറ്റി കൊടുക്കും. അത് ഡിലീറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള ഈ ഒരു സെല്ലിനെ മാറ്റി പൊസിഷൻ കാണണം ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പേസും കാര്യങ്ങളുണ്ടപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ തമിഴ്നാട് കൊടുക്കുമ്പോൾ തമിഴ്നാടിൻ്റെ ഇടയിൽ സ്പേസ് വന്നിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെ സ്പേസ് ഇല്ലാണ്ട് പരമാവധി ശ്രദ്ധിക്കുക. സ്പേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൺസേൺ ആയിട്ടുള്ള പേര് അതിന് കണക്കായിട്ട് പാരലിലേക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.